കേരള ബാലറ്റിലെ മറ്റു വിശേഷങ്ങളിലേക്ക് വീണ്ടും. കോതമംഗലം മണ്ഡലം ഇത്തവണ ഒരുപക്ഷെ ശക്തമായ പോരാട്ടത്തിന് കളമായേക്കും. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഫ്രാൻസിസ് ജോർജ് മത്സര രംഗത്തുണ്ടായാൽ ഇത്തവണ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രായാധിക്യം മൂലം TU കുരുവിള എന്ന സ്ഥാനാർത്ഥിക്ക്, UDF സ്ഥാനാർത്ഥിക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ കുരുവിള MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇത്തവണ അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. 1965 രൂപീകൃതമായതു മുതൽ 2 തവണ മാത്രമേ LDF-നെ കോതമംഗലം നിയമസഭയിൽ എത്തിച്ചിട്ടുള്ളൂ. 67-ലും 2006-ലും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന കോതമംഗലത്ത് 8 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമുണ്ട്. 4 വീതം പഞ്ചായത്തുകൾ UDF-ന്റെയും LDF-ന്റെയും കൈവശമാണുള്ളത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ കോതമംഗലത്ത് വികസനം, കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും പ്രശ്നങ്ങൾ, കേരള കോൺഗ്രസിലെ പിളർപ്പ് എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. 2006-ൽ LDF-ൽ നിന്നും കഴിഞ്ഞ തവണ UDF-ന്റെ ഭാഗവുമായാണ് TU കുരുവിള നിയമസഭയിലെത്തിയത്. പ്രധാന റോഡുകളും ഭൂതത്താൻകെട്ടിലെ വൈദ്യുതോൽപാദന പദ്ധതി ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങളുടെ പ്രഭാവത്തിലാണ് അദ്ദേഹം. എടുത്തു പറയത്തക്ക എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇന്ന് ആളുകൾ ആര് തന്നെ വന്നാലും വരുന്ന ആളുകളോടെല്ലാം ആളുകൾക്ക് കടപ്പാടോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും വോട്ട് വരുമ്പോൾ അത് ഷെവലിയാർ TU കുരുവിള നിന്നാൽ അദ്ദേഹത്തിനായിരിക്കും. എന്നാൽ മണ്ഡലത്തിലെ ആദ്യ പ്രതിനിധി KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കാൻ വന്നാൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. കൂടാതെ ഇടുക്കി MP ആയിരുന്ന കാലം തൊട്ട് ജനങ്ങളോടുള്ള അടുപ്പവും ഗുണകരമാവും. ഫ്രാൻസിസ് ജോർജ് കോതമംഗലത്ത് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ആളുകളും ശ്രീ ഫ്രാൻസിസ് ജോർജിനെയാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധ്യത. കാർഷിക മേഖലയായ കോതമംഗലത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയ UDF സർക്കാരിന് ഭരണ തുടർച്ച നൽകണമെന്ന മുദ്രാവാക്യമാണ് TU കുരുവിള ഉയർത്തുന്നത്. പുള്ളി നാട്ടുകാരനായതുകൊണ്ട് പുള്ളി എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അച്ഛന്റെ കെയറോപ്പില് ജയിക്കുക എന്നുള്ളത് നടക്കില്ല. UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിച്ച ശേഷം പ്രചാരണം ചൂടുപിടിക്കുമ്പോഴേ മണ്ഡലത്തിന്റെ മനസ്സറിയാൻ കഴിയൂ. ഫ്രാൻസിസ് ജോർജാണ് മത്സരിക്കുന്നതെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള വ്യക്തിബന്ധവും സൗഹൃദവും മുതലാക്കാമെന്ന പ്രതീക്ഷയിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. എന്നാൽ TU കുരുവിള കഴിഞ്ഞ 10 വർഷമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ചുവടുപിടിച്ചായിരിക്കും കേരള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ. കോതമംഗലത്തു നിന്നും സിജോ സുധാകരനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1. ഇടുക്കി ജില്ലയിലെ പീരുമേട് മണ്ഡലത്തിൽ 3ാം തവണയും മത്സരത്തിനൊരുങ്ങുകയാണ് ഇടതുപക്ഷത്തിനു വേണ്ടി ES ബിജിമോൾ. ഇത്തവണ UDF സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ വേണ്ടി 5 പേർ മത്സരിക്കുന്നുണ്ട്. ഇത്തവണ പീരുമേട്ടിൽ മത്സരം കടുക്കുമെന്നാണ് ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. ES ബിജിമോൾ ജില്ലയിലെ CPI-യുടെ ഒരേയൊരു MLA ആണ്. പക്ഷേ കഴിഞ്ഞ തവണ ബിജിമോൾ വിജയിച്ചതാവട്ടെ 4777 വോട്ടുകൾക്ക്. അതുകൊണ്ടുതന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും. പൊതുവെ UDF അനുകൂല മണ്ഡലമാണ് പീരുമേട്. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണ് പലപ്പോഴും എതിരാളികൾക്ക് വിജയം സമ്മാനിക്കുന്നതെന്ന് എതിരാളികളും രഹസ്യമായി സമ്മതിക്കും. എന്നാൽ മണ്ഡലത്തിൽ ശക്തമായി മത്സരിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാനൊരുങ്ങുകയാണ് UDF കേന്ദ്രങ്ങളിൽ പ്രധാനമായി ഉയർന്നു നിൽക്കുന്ന പേരുകളിലൊന്ന് ഡീൻ കുര്യാക്കോസിന്റേതാണ്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന EM അഗസ്തി, ഇടുക്കി DCC പ്രസിഡന്റ് റോയ് K പൌലോസ്, PT തോമസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT മാത്യു തുടങ്ങിയവരാണ് മറ്റ് UDF സാധ്യതാ പട്ടികയിലുള്ളത്. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് പീരുമേട്. തോട്ടം തൊഴിലാളി മേഖലയായ ഇവിടെ കഴിഞ്ഞ 15 വർഷമായി പൂട്ടിയ പീരുമേട് ടീ കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾ തുറക്കാൻ യാതൊരു നടപടികളും എടുക്കാത്തതും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയാകും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2ഉം UDF നേടിയിരുന്നു. എന്നാൽ ലോക്സഭയിൽ ഇടതിനായിരുന്നു മണ്ഡലത്തിൽ മുൻതൂക്കം. BJP, AIDMK തുടങ്ങിയ കക്ഷികൾക്കും ചെറുതായെങ്കിലും വോട്ടുള്ള മണ്ഡലം കൂടിയാണ് പീരുമേട്. ഓരോ പാർട്ടികളും പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലം ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന ആശങ്കയിലാണ് എല്ലാ മുന്നണികളും. ബിജു തറയിൽ, മീഡിയ 1, ഇടുക്കി. പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ച് പരാജയപ്പെടുന്ന മലബാറിലെ മണ്ഡലമാണ് പേരാമ്പ്ര. തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സ്ഥാനാർത്ഥികൾ പറന്നെത്തുകയും തോറ്റമ്പുമ്പോൾ ഉടൻ തന്നെ സ്ഥലവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പാരമ്പര്യം. എന്നാൽ ഈ പതിവ് തെറ്റിച്ച ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കേരള ബാലറ്റിൽ പരിചയപ്പെടാം. ഇത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ, കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കേരള കോൺഗ്രസുകാരൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,000-ൽ പരം വോട്ടുകൾക്കാണ് പേരാമ്പ്രയിൽ CPM-ന്റെ K കുഞ്ഞമ്മദ് മാസ്റ്ററോട് പരാജയപ്പെട്ടത്. വൻ തോൽവി നേരിട്ട ഉടൻ നാട്ടിലേക്ക് തന്നെ വണ്ടി കയറുമെന്നായിരുന്നു അന്ന് UDF-കാർ തന്നെ കരുതിയത്.
കേരള കോൺഗ്രസ് നേതാക്കളായ പി.ടി. ജോസും റോഷി അഗസ്റ്റിനും ജെയിംസ് തെക്കനാടനുമെല്ലാം സൃഷ്ടിച്ച കീഴ്വഴക്കം പക്ഷേ മുഹമ്മദ് ഇക്ബാൽ തെറ്റിച്ചു. പേരാമ്പ്രയിൽ വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസമാക്കി. കഴിഞ്ഞ 5 വർഷമായി ഇക്ബാൽ ഈ നാട്ടിൽ സജീവമാണ്. ഇതിന്റെ കാരണവും ഇക്ബാൽ തന്നെ പറയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2011 ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാന വാക്ക്, ഇലക്ഷനിൽ ജയിച്ചാലും തോറ്റാലും നിങ്ങളോടൊപ്പം കാണുമെന്ന് കൃത്യമായിട്ട് ഞാൻ എല്ലാ യോഗങ്ങളിലും പ്രസംഗിച്ച ഒരു കാര്യം. അത് നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും കാണുമെന്ന് ജനങ്ങളോട് പറഞ്ഞു. ആ വാക്ക് ഞാൻ കഴിഞ്ഞ 5 വർഷം പാലിച്ചു. മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഇക്ബാൽ കാര്യമാക്കുന്നതേയില്ല. ജയിക്കും വരെ പേരാമ്പ്രയിൽ തുടരുമെന്ന് ഇക്ബാൽ ഉറപ്പൊന്നും പറയുന്നില്ലെങ്കിലും ഇക്കുറിയും പോരാടാൻ തന്നെയാണ് തീരുമാനം. PL കിരൺ, മീഡിയ 1, കോഴിക്കോട്. കഴിഞ്ഞ 20 വർഷമായി പാലക്കാട്ടെ ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് MLA ആണ് കെ അച്യുതൻ. അച്യുതനെതിരെ ഇത്തവണ ജനതാദൾ എസിലെ കെ കൃഷ്ണൻകുട്ടി മത്സര രംഗത്തുണ്ടാകും എന്നാണ് സൂചന. 2011 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ക്യാമ്പിലായിരുന്ന കൃഷ്ണൻകുട്ടി ഇത്തവണ ഇടത് പാളയത്തിലാണ്. കൃഷ്ണൻകുട്ടി ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ ഇത്തവണ മത്സരം ഗംഭീരമാണ്. പാർട്ടി പറഞ്ഞാലും ഇത്തവണ മത്സരിക്കുന്നില്ലെന്നായിരുന്നു 1 മാസം മുമ്പ് കെ അച്യുതൻ പറഞ്ഞത്. ഞാൻ മത്സരിക്കുന്നില്ല, ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു. 4 പ്രാവശ്യം മത്സരിച്ച ആളുകൾ ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട്. എന്നാൽ പിന്നീട് മലക്കം മറിഞ്ഞു. പാർട്ടി ഘടകങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതുകൊണ്ട് മത്സരിക്കുന്നു എന്നാണ് അച്യുതന്റെ പക്ഷം. അച്യുതനും 3 വട്ടം MLA ആയ ജനതാദളിലെ കെ കൃഷ്ണൻകുട്ടിയും തമ്മിൽ 4ാം പോരാട്ടത്തിനാണ് കടമൊരുങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ UDF-നൊപ്പമായിരുന്ന കൃഷ്ണൻകുട്ടി ജനതാദൾ എസിലേക്ക് തിരിച്ചു വന്നതാണ് LDF-ന് വേണ്ടി ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയാകാൻ വഴിതെളിഞ്ഞത്. ഇത്തവണ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 എണ്ണവും LDF-നൊപ്പമാണ്. 1 പഞ്ചായത്തും ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയും മാത്രമാണ് UDF-നൊപ്പമുള്ളത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് അച്യുതൻ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ കാർഷിക മേഖലയിൽ അച്യുതൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ചിറ്റൂരിന്റെ സമഗ്ര മേഖലയിലും പിന്നോക്കാവസ്ഥ തുടരുകയാണെന്നും കൃഷ്ണൻകുട്ടി. ഒരുപാട് കാര്യങ്ങളിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇടപെടാൻ സാധിക്കുമായിരുന്നു. അവിടെ ഒന്നും അദ്ദേഹം ഇടപെട്ടതായി കാണുന്നില്ല. അപ്പോൾ ഒരു വല്ലാത്ത ഒരു സാമ്പത്തിക തകർച്ചയിലാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ CPM-ലെ സുഭാഷ് ചന്ദ്രബോസിനെയാണ് കെ അച്യുതൻ തോൽപ്പിച്ചത്. KM ബിജു, മീഡിയ 1, പാലക്കാട്. കോഴിക്കോട് ജില്ലയിൽ UDF-ഉം LDF-ഉം ഒരുപോലെ വിജയസാധ്യത കാണുന്ന 3 മണ്ഡലങ്ങളുണ്ട്. കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, കൊടുവള്ളി. ഇതിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന കൊടുവള്ളി ഒരിക്കലൊഴികെ UDF-നൊപ്പം നിന്നിട്ടുള്ളതാണ് ചരിത്രം. മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമാണ് കൊടുവള്ളി. ലീഗിലെ വിള്ളലുകൾ മുതലെടുത്താണ് LDF ഒരു തവണ കൊടുവള്ളിയിൽ വിജയചിത്രം രചിച്ചത്. 2006 നാഷണൽ സെക്യുലർ കോൺഫറൻസിലെ PT റഹീം ഇടതുമുന്നണിക്ക് വേണ്ടി മണ്ഡലം പിടിച്ചെടുത്തു. 2011 UDF വീണ്ടും മണ്ഡലം തിരിച്ചുപിടിച്ചു. VM ഉമ്മറായിരുന്നു UDF സ്ഥാനാർത്ഥി. 16,552 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM-ലെ M മെഹബൂബിനെയാണ് VM ഉമ്മർ പരാജയപ്പെടുത്തിയത്. ഇരുമുന്നണികൾക്കും ഒരുപോലെ ആധിപത്യമുള്ള ഇടമാണ് കുന്നമംഗലം. ഇടതു വലതു മുന്നണികൾക്കൊപ്പം മാറി മാറി നിൽക്കുന്ന മണ്ഡലം. 2006 കൊടുവള്ളി പിടിച്ചെടുത്ത PT റഹീമിനായിരുന്നു 2011 കുന്നമംഗലത്തും നിയോഗം. ലീഗിലെ UC രാമനെ 3269 വോട്ടുകൾക്ക് PT റഹീം തറപറ്റിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇരുമുന്നണികൾക്കും ഒരുപോലെ ആധിപത്യം നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 220 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ LDF-നുള്ളൂ. ഇടതിനെയും വലതിനെയും ഒരുപോലെ നിയമസഭയിലേക്ക് എത്തിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. തുടർച്ചയായി 2 തവണ CPM-ലെ A പ്രദീപ് കുമാർ വെന്നിക്കൊടി പാറിച്ചതോടെ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പമായി. 2011 കോൺഗ്രസിലെ PV ഗംഗാധരനെയാണ് പ്രദീപ് കുമാർ തോൽപ്പിച്ചത്. 8,998 വോട്ടിനായിരുന്നു ജയം. 3 മണ്ഡലങ്ങളിലും ഇരുമുന്നണികളും ഇത്തവണ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ ബലത്തിൽ കോഴിക്കോട് നോർത്തിലും കുന്നമംഗലത്തും BJP-ക്കുമുണ്ട് പ്രതീക്ഷ. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് അടർന്നു വീണ് പുതിയൊരു പാർട്ടി രൂപീകരിച്ച ശേഷവും മാണിക്കും PJ ജോസഫിനുമെതിരായ പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുകയാണ്. അവരുടെ പ്രതികരണങ്ങളും വന്നു തുടങ്ങി. നമുക്ക് വാർത്ത കാണാം. ഈ ചെറിയ ഇടവേളയ്ക്ക് ശേഷം.